ശ്രീ പഴകുളം മധു ഇന്ന് പ്രകാശ് കാരാട്ട് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VD സതീശൻ ഒരു മറുപടി കൂടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയോ ഫാസിസ്റ്റ് എന്ന പ്രയോഗം ഒരു പാർട്ടി രേഖയിൽ വരുന്നത്. BJP-യെ കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മുൻകാലത്തത് കഴിഞ്ഞ 2018-ലെ സീതാറാം യെച്ചൂരി ആദ്യമായി അധ്യക്ഷനായ പാർട്ടി കോൺഗ്രസിൽ അത് എമർജിംഗ് ഫാസിസ്റ്റിക് ട്രെൻഡ്സ് എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്നത് നിയോ ഫാസിസം എന്നായി പാർട്ടി പുതുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫാസിസത്തെക്കുറിച്ചുള്ള നിലപാട് ലഘൂകരിക്കുകയല്ല ദൃഢീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് CPM-ന്റെ പോയിന്റ്. കോൺഗ്രസിന് അത് ബോധ്യമാവുന്നുണ്ടോ? അഭിലാഷ്, പ്രകാശ് കാരാട്ടിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിലെ വിശദീകരണം കരട് രേഖയെ ഖണ്ഡിക്കുന്ന ഒരു വിശദീകരണമല്ല. അദ്ദേഹം പറഞ്ഞത് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാസിസത്തിനെതിരായി, അതുകൊണ്ട് കരട് രേഖയിൽ കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ളതാണ്. ഒരു നവഫാസിസം എന്നുള്ളൊരു പുതിയ വ്യാഖ്യാനം ഫാസിസത്തിന് കൊണ്ടുവരികയാണ് പ്രകാശ് കാരാട്ട്. 2018-ലെ കോൺഗ്രസിൽ പാർട്ടിയുടെ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷനിൽ എമർജിംഗ് ട്രെൻഡ്സ് ഓഫ് ഫാസിസം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷനിൽ അത് നിയോ ഫാസിസ്റ്റിക് നേച്ചർ എന്നായി മാറ്റി എന്നാണ് പറഞ്ഞത്. അതായത് 2018-ൽ പറഞ്ഞതിനേക്കാൾ കടുപ്പിച്ചാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. ആയിക്കോട്ടെ അഭിലാഷേ, നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിലല്ല തർക്കം. അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ എന്നത് CPM-ന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. ബാബറി മസ്ജിദ് തകർത്ത, കാലിക്കടത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൂട്ടക്കൊരുതി നടത്തിയ, പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കിയ, മണിപ്പൂരിൽ വംശഹത്യ നടത്തിയ, കൽബുർഗിയെയും താബോൾക്കറിനെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂട നയ ഫാസിസമല്ല എന്ന് CPM പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ലിബറൽ നയം. അത് വെച്ചാൽ വർഗീയ ശക്തിയുമായി സന്ധി ചേരാനുള്ള പ്രകാശ് കാരാട്ടിൻ്റെ യെച്ചൂരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി ലൈൻ. അത് പിണറായിക്കും ഇഷ്ടമാണ്, പ്രിയങ്കരമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയമായി സന്ധി ചെയ്തിരിക്കുന്നു, അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ പാർട്ടി സമ്മേളനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതപര്യന്തം വർഗീയതയ്ക്കെതിരായി പറഞ്ഞു നടന്ന അവരുടെ വ്യാഖ്യാനങ്ങളെ വെള്ളം ചേർത്തിരിക്കുന്നു. എന്തിനാണ് അതിൽ ഡൈലൂട്ട് ചെയ്തത്? ഫാസിസം എന്ന് എന്തുകൊണ്ട് BJP-യെ ഇവർക്ക് വിവക്ഷിക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് ഇപ്പോൾ നവഫാസിസം എന്നുള്ളൊരു പുതിയ വ്യാഖ്യാനം എന്തിനാണ് പ്രകാശ് കാരാട്ട് കൊണ്ടുവന്നത്? ഞാൻ ഈ ഉദ്ധരിച്ച പ്രശ്നങ്ങളൊന്നും പോരെ ഇന്ത്യയിൽ. അല്ല, അദ്ദേഹം വിശദീകരിക്കുന്നത് ശ്രീ പഴകുളം മധു, ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാക്കുകളുടെ മലയാളം പരിഭാഷ പറയാം. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് RSS പിന്തുടരുന്നത്. അതായത് RSS എന്ന ഭരണകൂട പ്രത്യയശാസ്ത്രത്തെ കൃത്യമായും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് ഇത് ഈ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉള്ളതുപോലെയുള്ള ക്ലാസിക്കൽ ഫാസിസം അല്ല എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറുടെയും മുസോളിന്റെയും കാലത്തൊക്കെ ഉള്ളതുപോലത്തെ ഫാസിസം അല്ല ഇത്, മറിച്ച് ഇപ്പോൾ പല വലതുപക്ഷ രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെയുള്ള നിയോ ഫാസിസമാണ്, നവ ഫാസിസമാണ്. ഞങ്ങൾ ആ ഫാസിസ്റ്റിക് ട്രെൻഡ്സ് ഈ സർക്കാരിനുണ്ട് എന്നാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ RSS-നെ ഫാസിസ്റ്റ് സംഘടന എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു വിവക്ഷയാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ക്രസ്റ്റ് എന്താണ്? അദ്ദേഹം കരട് റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തു വന്ന ആശയക്കുഴപ്പത്തെ ദൂരീകരിക്കാനുള്ള ഒരു വൃഥാശ്രമമാണ് പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടി നടത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം ട്രംപിനെതിരായി പറയുന്നു, ചൈനീസ് അനുകൂലമായ പ്രസംഗം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ലയൺ പോർഷൻ എന്ന് പറയുന്നത് ചൈന അനുകൂല പ്രസംഗമാണ്. ചൈനയെ അമേരിക്ക എതിർക്കുന്നു. എന്തിനാണ് ചൈന എതിർക്കുന്നത്? ഇപ്പം ഇന്ത്യയോട് ഇത്രയും ക്രൂരമായ വിരോധം വെച്ച് പുലർത്തുന്ന, നമ്മൾ അതിർത്തികൾ കയ്യേറുന്ന, നമ്മുടെ ദേശീയ താല്പര്യങ്ങളെ മൊത്തം ഹനിക്കുന്ന ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചൈനീസ് പക്ഷപാതിയായി ട്രംപിനെതിരായിട്ടുള്ള ഒരു പോർവിളിയാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ നടത്തുന്നത്. കേരളത്തിൽ നടക്കുന്ന സമ്മേളനമാണ്. കേരളത്തിൽ CPM പാർട്ടി എന്തെല്ലാമാണ് പറയേണ്ടത്? ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന കൂലി വർധനവിന് വേണ്ടിയുള്ള ഒരു സമരമുണ്ടല്ലോ, ആ സമരം കേരളത്തിലെ CPM പാർട്ടിയോ പ്രകാശ് കാരാട്ടോ കാണാതെ പോകുന്നത് എന്തുകൊണ്ട്? പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗത്തിൽ അത് വന്നില്ലല്ലോ.
ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കേരളത്തിൽ ആശമാരുടെ സമരം കാണാത്തത് എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. എന്തായാലും ഇതുവരെയുള്ള എല്ലാ സമ്മേളനങ്ങളുടെയും ഉദ്ഘാടന പ്രസംഗത്തിൽ സാർവദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങൾ എന്ന ക്രമത്തിൽ തന്നെയാണ് പ്രസംഗങ്ങൾ നടത്തുക. എല്ലാ സമ്മേളനങ്ങളുടെയും ഉദ്ഘാടന പ്രസംഗത്തിൽ സാർവദേശീയ കാര്യങ്ങൾ സവിസ്തരം പറയാറുണ്ട്.